നമസ്കാരം, ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാകജാഥ പ്രയാണം തുടരുന്നു. എം സ്വരാജ് നയിക്കുന്ന ജാഥയ്ക്ക് തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ജാഥയെ ജില്ല വരവേറ്റത് കൊച്ചി പാലത്തിൽ വെച്ച്. പട്ടാമ്പി വള്ളൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. അപകടം സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച്. മരിച്ചത് തിരുവേഗപ്പുറ കൈപ്പുറം പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് ഷനൂബ്. കാർ സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിൽ ഇടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ. തമിഴ്നാട് മോഷണക്കേസിലെ പ്രതികളായ ചെറുതുരുത്തി സ്വദേശികൾ അറസ്റ്റിൽ. തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് കോഴിമാമ്പറമ്പ് കോളനിയിൽ അജിത്ത്, സഹോദരി ഭർത്താവ് വെങ്കടേഷ് എന്നിവർ. 2 വീടുകൾ കുത്തിത്തുറന്ന് പ്രതികൾ കവർന്നത് 32 പവൻ സ്വർണവും 1 കിലോ വെള്ളിയും. വ്യാപാര വാണിജ്യ മേഖലയിൽ കൂടുതൽ ഇടപെടാൻ CITU ശ്രമിക്കണമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ വ്യാപാര വാണിജ്യ മേഖലാ തൊഴിലാളികളുടെ ധർണ. തൊഴിലാളി സംരക്ഷണത്തിനായി CITU ഇറങ്ങുമ്പോൾ സ്ഥാപനം പൂട്ടിക്കാൻ ഇറങ്ങിയെന്ന പ്രചരണം വ്യാപകമാകുന്നത് നിർഭാഗ്യകരമെന്നും സുരേഷ് ബാബു. നിളയോരത്ത് അഴകിനഴകായി പൈങ്കുളം വാഴാലിക്കാവ് വേല. ഗ്രാമത്തിൽ വിരിഞ്ഞത് കാഴ്ചയുടെ നിറവസന്തം. ആഘോഷത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ലക്കിടി മുളഞ്ഞൂർ ഭരണിവേല ഭക്തിസാന്ദ്രം. മങ്കരമുണ്ടേക്കാവിൽ അശ്വതി ഭരണി മഹോത്സവം തുടരും. മണ്ണാർക്കാട് ചൂരിയോട് പ്ലാസ്റ്റിക് ഗോഡൌണിൽ വൻ തീപിടുത്തമുണ്ടായത് ചൂരിയോട് ശ്മശാനത്തിന് സമീപത്തെ ഗ്രാമപഞ്ചായത്തിന്റെ MCF പ്ലാസ്റ്റിക് ഗോഡൌണിൽ. 75 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാകജാഥയ്ക്ക് തൃശൂർ ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം സ്വീകരണം നൽകി. ജാഥ പ്രയാണം തുടരുകയാണ്. പഞ്ചവാദ്യത്തിന്റെയും വിവിധ വാദ്യോപകരണങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെയാണ് ജാഥയെ തൃശൂർ ജില്ല വരവേറ്റത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ മാനേജർ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പലോളി, ജാഥ അംഗം SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K അനുശ്രീ എന്നിവർ അനുഗമിക്കുന്ന പതാകജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത്. സ്വീകരണത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി K മുരളീധരൻ, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M വർഗീസ്, സേവ്യർ ചിറ്റിലപ്പള്ളി MLA, KV നഫീസ, മേരി തോമസ്, ഉഷ പ്രഭുകുമാരി, M ബാലാജി, PA ബാബു, ഏരിയ നേതാക്കളായ K നന്ദകുമാർ, M സുലൈമാൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, KP അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിക്കടുത്ത് വള്ളൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. തിരുവേഗപ്പുറ കൈപ്പുറം സ്വദേശി പുളിക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് ഷനൂബാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2ാം മൈൽസിലാണ് സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. തിരുവേഗപ്പുറ കൈപ്പുറത്ത് താമസിക്കുന്ന പുളിക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് ഷനൂബാണ് മരിച്ചത്. കാർ സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കൊപ്പം ഭാഗത്ത് നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്നു സ്വകാര്യ ബസ്. ബസ് ജീവനക്കാർ ഉടൻ തന്നെ ഷനൂബിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സഹോദരന്റെ സ്കൂട്ടറിൽ പട്ടാമ്പിയിൽ നിന്ന് തിരുവേഗപ്പുറയിലേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തമിഴ്നാട് മോഷണക്കേസ് പ്രതികളെ ചെറുതുരുത്തിയിൽ നിന്നും പോലീസ് പിടികൂടി. പിടിയിലായത് 2 വീടുകൾ കുത്തിത്തുറന്ന് 32 പവൻ സ്വർണവും 1 കിലോ വെള്ളിയും മോഷ്ടിച്ച സംഭവത്തിൽ തമിഴ്നാട് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് കോളനിയിൽ നിന്നാണ്. കോഴിമാമ്പറമ്പ് കോളനിയിൽ താമസിക്കുന്ന 27 വയസ്സുള്ള അജിത്ത്, സഹോദരി ഭർത്താവ് 40 വയസ്സുള്ള വെങ്കടേഷ് എന്നിവരാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട് കടവല്ലൂർ ജില്ലയിലെ വിരുദാചലം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഒരേ ദിവസം 2 വീടുകൾ കുത്തിത്തുറന്നാണ്
32 പവൻ സ്വർണവും 1 കിലോ വെള്ളിയും 2 ലക്ഷം രൂപയും മോഷ്ടിച്ചത്. വിരുദാചലം സ്റ്റേഷൻ എസ് ഐ ചന്തുവും സംഘവും ചെറുതുരുത്തി എസ് ഐ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് പ്രതിയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പിടികൂടിയത്. അജിത് ഒന്നാം പ്രതിയാണ്. മോഷണത്തിന് ശേഷം സഹോദരിയുടെ വീടായ ചെറുതുരുത്തിയിൽ വന്ന് താമസിക്കുകയായിരുന്നു. അജിത്തിന് അഭയം കൊടുത്തതിലും മറ്റ് അജിത്തിന്റെ സഹായികളെ ബന്ധപ്പെടാൻ ഫോൺ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതിലുമാണ് വെങ്കടേഷിനെതിരെയുള്ള കുറ്റം. തമിഴ്നാട് പോലീസ് സംഘത്തോടൊപ്പം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ, ഗിരീഷ്, ഷംസുദ്ദീൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണാർക്കാട് ചൂരിയോട് പ്ലാസ്റ്റിക് ഗോഡൌണിന് തീപിടിച്ചു. ചൂരിയോട് ശ്മശാനത്തിന് സമീപത്തെ ഗ്രാമപഞ്ചായത്തിന്റെ MCF പ്ലാസ്റ്റിക് ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. സാമൂഹ്യവിരുദ്ധർ തീയിട്ടതാകാമെന്ന് സംശയിക്കുന്നു. ഇവരെ പിടികൂടാൻ നടപടി ആരംഭിക്കുമെന്ന് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു മാസ്റ്റർ പറഞ്ഞു. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. 75 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. വ്യാപാര വാണിജ്യ മേഖലകളിൽ കൂടുതൽ ഇടപെടാൻ CITU ശ്രമിക്കണമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാര വാണിജ്യ മേഖല CITU തൊഴിലാളികൾ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിലും സമരത്തിനൊപ്പം തൊഴിലാളികൾ പലരും നിൽക്കാത്തത് തൊഴിൽ നഷ്ടമാകുമെന്ന ഭയം കൊണ്ടാണെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. തൊഴിലാളി ചൂഷണം കൂടുതൽ നടക്കുന്ന മേഖലയാണ് വ്യാപാര വാണിജ്യ മേഖല. തൊഴിലാളി സംരക്ഷണത്തിനായി സർക്കാർ നിയമമുണ്ടെങ്കിലും നടപ്പിലാവുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നില്ല. തൊഴിലാളി സംരക്ഷണത്തിനായി CITU ഇറങ്ങിയാൽ സ്ഥാപനം പൂട്ടിക്കാൻ CITU ഇറങ്ങിയെന്ന പ്രചരണമാണ് വ്യാപകമാകുന്നത്. ക്ഷേമനിധിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു. മറ്റൊരു മേഖല യഥാർത്ഥത്തിലില്ല. അപ്പം നമുക്ക് വേണ്ടത്ര ഈ മേഖലയിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ള പോരായ്മ ആദ്യം തന്നെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ നമ്മുടെ ജില്ലയിൽ തന്നെ 10,000-കണക്കിന് ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്നവരാണ്. ഇപ്പോൾ കേരള സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി നിയമത്തിൽ ഒരു ആവശ്യമാണ് ഇരിപ്പിടാവകാശം. അത് കർശനമായി നടപ്പിലാക്കുക. ആ ഇരിപ്പിടാവകാശം കർശനമായി എത്ര ഷോപ്പ് ഉടമകൾ നടപ്പിലാക്കുന്നത് നമുക്ക് നടപ്പിലാക്കാൻ തയ്യാറാകാൻ വേണ്ടി CITU മുൻകൈയെടുത്ത് പോയാൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും ചിലപ്പോൾ ഈ ആവേശത്തിൻ്റെ ഒപ്പം നിൽക്കില്ല. യൂണിയൻ പ്രസിഡന്റ് M ഹംസ അധ്യക്ഷത വഹിച്ചു. TK നൌഷാദ്, കൃഷ്ണകുമാർ, രവി ചെറുതറ, PG രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അഴകിനഴകായി പൈങ്കുളം വാഴാലിക്കാവ് വേല. അഴകിന്റെ പെരുമയിൽ പൈങ്കുളം വാഴാലിക്കാവ് തട്ടകത്തമ്മയുടെ വേല മഹോത്സവം വിപുലമായി ആഘോഷിച്ചു. കുംഭച്ചൂട് വകവയ്ക്കാതെ ആയിരങ്ങളാണ് നിളയോരത്തെ മഹോത്സവത്തിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിലെ പ്രധാന പങ്കാളികളായ അങ്ങാടിക്കാവ്, പാക്കനാർ, മുല്ലക്കാവ്, പടിഞ്ഞാറ്റുമുറി, ഉന്നത്തൂർ എന്നീ വിഭാഗങ്ങളുടെയും മറ്റ് 9 ചെറു ആഘോഷ കമ്മിറ്റികളുടെയും പൂരങ്ങളാണ് ക്ഷേത്രത്തിൽ കാവ് കയറിയത്. തിടമ്പ് വച്ച 5 ആനകളടക്കം 14 ആനകളെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ 100-ൽ കൂടുതൽ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ മേളത്തോടെയാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലക്കിടി മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾക്ക് പുറമെ ഓട്ടൻതുള്ളൽ, വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കൊടിക്കൂറ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ശേഷം സംഗീത കച്ചേരി, പഞ്ചവാദ്യം, ദീപാരാധന, നാദസ്വര കച്ചേരി, പാഠകം, തായമ്പക തുടങ്ങിയ വിവിധ പരിപാടികളുമുണ്ടായി. ചൊവ്വാഴ്ച പുലർച്ചെ ഈടുവെടിയോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു.
മങ്കരം മുണ്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവ പരിപാടികൾ തുടരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് മേളം, നിറമാല, സഹസ്ര ദീപാലങ്കാരം, ദീപാരാധന, നൃത്ത സോപാനം, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായി. ക്ഷേത്രോത്സവ പരിപാടിയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് ശേഷം നഗരിപ്പുറം വിഷ്ണു ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണത്തോടുകൂടി ഇന്നത്തെ അശ്വതി മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വൈകുന്നേരം ക്ഷേത്രത്തിലെ സഹസ്ര ദീപാലങ്കാരം, നിറമാല, മേളവാദ്യത്തോടുകൂടി ദീപാരാധന ആഘോഷിക്കപ്പെട്ടു. ശേഷം സുജാത പ്രഭു ചിലങ്ക ഡാൻസ് ഗ്രൂപ്പ് മങ്കരയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരക്കളിയിലൂടെയാണ് ഇന്നത്തെ അശ്വതി ദിവസത്തെ കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം ജഗത്ശിവായ മംഗളം നമഃ ശിവായ മംഗളം മംഗളം. സർക്കാരിന്റെ കർഷക ദ്രോഹത്തിനെതിരെ മാർച്ച് 5-ന് കലം കമഴ്ത്തി സമരം നടത്തുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ഭൂമി തരം മാറ്റത്തിലൂടെ ലഭിച്ച 1606 കോടി രൂപ നെല്ല് സംഭരണ വില നൽകാനായി ഉപയോഗിക്കണമെന്ന കോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്നും എ തങ്കപ്പൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8 വർഷമായി സർക്കാർ കർഷകരെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എ തങ്കപ്പൻ ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന് മോഹിപ്പിച്ച സർക്കാർ പിന്നീട് കർഷകരെ വഞ്ചിച്ചു. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം കേരളം ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുകയാണ്. വന്യജീവി ആക്രമണ ഭീഷണിയിൽ പാടത്തുപോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ. വന്യമൃഗ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്കും കൃഷി നശിച്ചവർക്കും ഒരു സഹായവും ലഭിക്കുന്നില്ല. കൃഷിക്കായി നിർമ്മിച്ച മലമ്പുഴ ഡാമിലെ വെള്ളം കർഷകർക്ക് നൽകാതെ ബ്രൂവറിക്ക് നൽകാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആളിയാറിൽ നിന്ന് അർഹതപ്പെട്ട വെള്ളവും നേടിയെടുക്കാനാകുന്നില്ല. കടത്തിൽ ജീവിക്കുന്ന കർഷകൻ കടത്തിൽ മരിക്കേണ്ട സ്ഥിതിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത്. കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന കലം കമഴ്ത്തി സമരത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ, മുൻ പ്രസിഡന്റ് K മുരളീധരൻ, AP അനിൽകുമാർ എന്നിവർ പങ്കെടുക്കുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. കൃഷി ചെയ്യാൻ ഉറപ്പുവരുത്തുന്ന പകരം ബ്യൂവറേജ് കൊടുക്കാനാണ് ഗവൺമെന്റ് താല്പര്യം. ഇപ്പോൾ തന്നെ ഒരു മൂക്കൂട്ട കൃഷി ഈ മേഖലയിൽ ഇട്ടാൽ മലമ്പുഴ മുഴുവൻ നന്നായി വെള്ളം തുറന്നെങ്കിൽ മാത്രമേ ആ കൃഷി എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ മലമ്പുഴ വെള്ളത്തിന് കിട്ടേണ്ട കൃഷിക്കാർക്ക് കിട്ടേണ്ടതിന് കൊടുക്കുന്നില്ല. അതിന് തിരിച്ചു വകമാറ്റി മറ്റൊരു വേദിക്ക് പോകുന്നു. പറമ്പിക്കുളത്ത് കിട്ടുന്നതിന് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ കൃഷിക്കാർ ദുരിതത്തിലേക്ക് പോകുന്നു, കടത്തുനിന്ന് കടത്തിലേക്ക് പോകുന്നു. കടത്തി ജീവിച്ച് കടത്തി മരിക്കേണ്ട ഗതിയാണ് പാലക്കാട് കൃഷിക്കാർ. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് കോൺഗ്രസ് പാർട്ടി തന്നെ കർഷക സംസ്ഥാന സെക്രട്ടറി DC സെക്രട്ടറിയാണ് ശിവരാജ്, അതുപോലെ തന്നെ രാമചന്ദ്രൻ. ഇവിടെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കാൻ കാരണം ഇതിനു മുമ്പ് ഞാൻ പറയാം, ഇതിനു മുമ്പ് കലക്ടറേറ്റ് മുമ്പ് ഞാനൊരു സമരം ഏറ്റെടുത്തതാണ്. ആ ഏറ്റെടുത്ത് അത് ഇതായിരുന്നു, എന്ന് വെച്ചാൽ നെല്ലിന്റെ താങ്ങുവില നീട്ടി കൊണ്ടുപോയി പഴയ അത് പ്രഖ്യാപിച്ചപ്പോ ഒരു രക്ഷയിലാണ് ഒരു ദിവസം ഉപവാസം നടത്തി. പിന്നെ 2 സമരങ്ങൾ പ്രഖ്യാപിച്ചാണ്. അത് ഒന്ന് MT വാസുദേവൻ മരണത്തിലും അതുപോലെ മൻമോഹൻ സിംഗ് മരണത്തിലും 2 സമരം മാറ്റി വെച്ചു. വീണ്ടും ജില്ലാ കോൺഗ്രസ് സമര പരിപാടിയിൽ മുന്നോട്ട് പോവുകയാണ്. ഗവൺമെന്റിന്റെ ശ്രദ്ധ വേണം. പാലക്കാട് കർഷക ജില്ലയാണ്. ഇവിടെ കർഷകരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആ സമര പരിപാടിയായി മുന്നോട്ട് പോകണം. അതിന്റെ തുടർച്ചയാണ് ഞങ്ങൾ ആദ്യം തുടങ്ങി, ഇപ്പൊ 2ാമത് സമരമായിട്ട് കോട്ടമൈതാനത്തിൽ പോകുന്നു. വീണ്ടും അവര് പരിഹാരം കാണുന്നത് വരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സമരമായിട്ട് മുന്നോട്ട്. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G ശിവരാജൻ, DCC ജനറൽ സെക്രട്ടറി V രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡിവൈഎഫ്ഐ മനശ്ശേരി മേഖലാ കമ്മിറ്റി ഒറ്റപ്പാലം PWD റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരനായ കോൺട്രാക്ടർക്കെതിരെയും സർക്കാർ നയത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം. CPM മനശ്ശേരി ലോക്കൽ സെക്രട്ടറി K. കൃഷ്ണകുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. 20-ാം തീയതി മുതൽ ഈ സമരത്തിന്റെ രൂപം മാറും. ആ സമരത്തിന്റെ രൂപം മാറുമ്പോൾ ഈ പോലീസ് ഒന്നും പോരാ നിങ്ങളെ സംരക്ഷിക്കാൻ, ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. എവിടെയൊക്കെ വിളിച്ചിട്ടാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ പോലീസിനെയും കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളൂ. 20-ാം തീയതിക്കുള്ളിൽ ആ പണി പൂർത്തീകരിക്കുകയോ ഈ കരാറുകാരനെയോ ഉദ്യോഗസ്ഥർക്കെതിരെയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ സമരത്തിന്റെ ഭാവം മാറും, സമരത്തിന്റെ കോലം മാറും. ഞങ്ങൾ ഈ റോട്ടിലൂടെ നടക്കാൻ കഴിയാത്ത സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പോയി കിടക്കുന്നതാണ് എന്നത് ഡിവൈഎഫ്ഐക്കാർ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് A. ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് K. രാഹുൽദാസ്, മേഖലാ സെക്രട്ടറി U. പ്രതീഷ്, വാണിയംകുളം പഞ്ചായത്ത് അംഗം സുജിത് P. രാജ്, E.K. നിഷാദ്, T. വേലുദാസ് എന്നിവർ പ്രസംഗിച്ചു. കോൺട്രാക്ടർക്കെതിരെ നടപടിയെടുക്കാമെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. റോഡ് പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. 20-ാം തീയതിക്കുള്ളിൽ നടപടിയായില്ലെങ്കിൽ PWD ഓഫീസിനു മുന്നിൽ കുടിൽകെട്ടി സമരം ആരംഭിക്കുമെന്ന് CPM ലോക്കൽ സെക്രട്ടറി K. കൃഷ്ണകുമാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാർട്ടിക്കാർക്ക് ജോലി നൽകാൻ ഇടതു സർക്കാർ ഭരണം ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K. നാരായണൻ. പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പെൻഷനേഴ്സ് സംഘ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K. നാരായണൻ. CPMന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും K. നാരായണൻ ആരോപിച്ചു. പതിറ്റാണ്ടുകളോളം പൊതുസേവനം നടത്തിയ ഉദ്യോഗസ്ഥരെ ജനദ്രോഹികളെന്ന് മുദ്രകുത്താനുള്ള ശ്രമമാണ് CPMും ഇടതു സംഘടനകളും നടത്തുന്നത്. ആവശ്യങ്ങളും അവകാശങ്ങളും സർക്കാരിന്റെ മുഖം നോക്കി ഉന്നയിക്കേണ്ട ഒന്നല്ലെന്നും നാരായണൻ പറഞ്ഞു. ശമ്പളത്തിന് വേണ്ടിയാണ് ഈ നാട്ടിലെ പെൻഷൻകാരും അധ്യാപകരും ജീവനക്കാരൊക്കെ സമരം ചെയ്യുന്നത്. അവരുടേതായ ജീവിത നിലവാരം സുരക്ഷിതമാക്കിക്കൊണ്ട് കഷ്ടപ്പാടിൽ നിന്നും ഉയർത്തെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിലെ പെൻഷൻകാർ സമരം ചെയ്യുന്നത്. അവർക്ക് ലഭ്യമാക്കുന്നതായിട്ടുള്ള ബെനിഫിറ്റുകളെ കാലാകാലങ്ങളായിക്കൊണ്ട് നിഷേധിക്കുന്ന രീതി ഈ ഇടതുപക്ഷ സർക്കാർ തുടർന്നുകൊണ്ട് പോവുകയാണ്. ജില്ലാ കമ്മിറ്റി അംഗം രഘുകുമാർ അധ്യക്ഷത വഹിച്ചു. ഷേണു, MK വാസുദേവൻ, R. ഗിരിപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥ പ്രയാണം തുടരുന്നു. M. സ്വരാജ് നയിക്കുന്ന ജാഥയ്ക്ക് തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ജാഥയെ ജില്ല വരവേറ്റത് കൊച്ചി പാലത്തിൽ വെച്ച്. പട്ടാമ്പി വള്ളൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. അപകടം സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച്. മരിച്ചത് തിരുവേഗപ്പുറ കൈപ്പുറം പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് ഷനൂബ്. കാർ സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിൽ ഇടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ. തമിഴ്നാട് മോഷണക്കേസിലെ പ്രതികളായ ചെറുതുരുത്തി സ്വദേശികൾ അറസ്റ്റിൽ. തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് കോഴിമാമ്പറമ്പ് കോളനിയിൽ അജിത്ത്, സഹോദരി ഭർത്താവ് വെങ്കടേഷ് എന്നിവർ. 2 വീടുകൾ കുത്തിത്തുറന്ന് പ്രതികൾ കവർന്നത് 32 പവൻ സ്വർണവും 1 കിലോ വെള്ളിയും. വ്യാപാര വാണിജ്യ മേഖലയിൽ കൂടുതൽ ഇടപെടാൻ CITU ശ്രമിക്കണമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ വ്യാപാര വാണിജ്യ മേഖലാ തൊഴിലാളികളുടെ ധർണ. തൊഴിലാളി സംരക്ഷണത്തിനായി CITU ഇറങ്ങുമ്പോൾ സ്ഥാപനം പൂട്ടിക്കാൻ ഇറങ്ങിയെന്ന പ്രചരണം വ്യാപകമാകുന്നത് നിർഭാഗ്യകരമെന്നും സുരേഷ് ബാബു. നിളയോരത്ത് അഴകിനഴകായി പൈങ്കുളം വാഴാലിക്കാവ് വേല. ഗ്രാമത്തിൽ വിരിഞ്ഞത് കാഴ്ചയുടെ നിറവസന്തം. ആഘോഷത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ലക്കിടി മുളഞ്ഞൂർ ഭരണിവേല ഭക്തിസാന്ദ്രം. മങ്കര മുണ്ടേക്കാവിൽ അശ്വതി ഭരണി മഹോത്സവം.
തുടരും. മണ്ണാർക്കാട് ചൂരിയോട് പ്ലാസ്റ്റിക് ഗോഡൌണിൽ വൻ തീപിടുത്തം. തീപിടുത്തമുണ്ടായത് ചൂരിയോട് ശ്മശാനത്തിന് സമീപത്തെ ഗ്രാമപഞ്ചായത്തിന്റെ MCF പ്ലാസ്റ്റിക് ഗോഡൌണിൽ. 75 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.